ഹലോ രേണുക ഉണ്ണിക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാൻ സുഖമായിട്ടിരിക്കണു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഇതുവരെയും നിങ്ങൾ ചെയ്തു തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രാർത്ഥനേൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാനൊന്നും ഞാൻ വലിയ ആളൊന്നല്ല. എന്നാലും എൻ്റെ അറിവിൽ വെച്ചിട്ട് ഞാൻ ചെറിയ ഒരു കാര്യം പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്താണെന്ന് അറിയണമല്ലോ, എന്താണ് ഞാൻ ഇതിൽ പറയണേന്ന് അറിയണമല്ലോ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പ്രാർത്ഥന എന്താണ്? ഈ പ്രാർത്ഥന എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതാണ് ഇന്നത്തെ ടോപ്പിക്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കാറ്? ഭഗവാനെ, എൻ്റെ മോന് നല്ലൊരു ജോലി കിട്ടണേ, എൻ്റെ മോൾക്ക് നല്ലൊരു ജോലി കിട്ടണേ, കിട്ടിയാൽ ഞാൻ ഇന്നത് തരും, എനിക്കൊരു വീട് വയ്ക്കണേ, വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഇന്നത് തരും, അല്ലേ? അങ്ങനെ നമ്മൾ എന്തെല്ലാം പറയണമല്ലേ ദൈവത്തിൻ്റെ അടുത്ത്. കുഞ്ഞുമക്കളോട് നമ്മൾ എന്താ പറയുക? മോനെ അല്ലെങ്കിൽ മോളെ, വയറ് നിറച്ച് പാപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണേ. അല്ലെങ്കിൽ എന്താ പറയുക, ഇന്ന് പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ടിയിട്ട് മോള് പ്രാർത്ഥിക്കണേ, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ, അല്ലേ? നല്ല ഡ്രസ്സ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. കുഞ്ഞു മക്കളോട് നമ്മളത് പറഞ്ഞ് പഠിപ്പിച്ച് വെക്കൂലേ, ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ വലിയവരായാലും നമ്മളിങ്ങനെ തന്നെ പറയും ദൈവത്തിൻ്റെ അടുത്ത്, ദൈവമേ എനിക്കിന്നത് തരണേ, എനിക്കിന്നത് തരണേ എന്ന്. ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ദൈവത്തിനെ എല്ലാം കേട്ട്, ഒരാളുടെ കാര്യമാണോ, എത്ര ജനങ്ങളുടെ പരാതിയും പരിഭവമാണ് ദൈവം കേൾക്കണതല്ലേ. എത്ര ആൾക്കാരോ, എല്ലാവരും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണ്ടേ ദൈവത്തിന്. അപ്പോൾ ഓരോരുത്തരുടെ കാര്യം ഭഗവാൻ ഇങ്ങനെ കേട്ടിരിക്കും. എന്നിട്ട് ഭഗവാൻ സാധിച്ചു കൊടുക്കും, അല്ലേ? ഭഗവാൻ സാധിച്ചു കൊടുക്കാണ്ടൊന്നിരിക്കില്ല, കുറച്ച് താമസിച്ചാലും സാധിച്ചു കൊടുക്കും. പക്ഷേ നമ്മൾ ഭഗവാനോട് എങ്ങനെ പറയണം? നമ്മൾക്കെല്ലാം സാധിപ്പിച്ച് തരണേ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? നമ്മൾ പറയേണ്ട രീതി എങ്ങനെയാണ്? നമ്മൾ ആദ്യം തന്നെ കിട്ടിയതിന് നമ്മൾ നന്ദി പറയുക, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് ഭഗവാൻ തന്നുകൊണ്ടേയിരിക്കും. സത്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കി വയ്ക്കേ. ഞാൻ പറയണതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്നൊന്ന് നോക്കി വെക്കണേ. എന്നിട്ട് നിങ്ങൾ ഇതിൽ കമൻ്റ് ഇടണം കേട്ടോ. നമ്മൾ എന്ത് കിട്ടിയതിനും, നമുക്കൊരു പൊട്ട് കിട്ടിയതിന്, ഒരു വള കിട്ടിയതിന്, ഒരു മൂക്കുത്തി കിട്ടിയതിന്, ഒരു മാല കിട്ടിയതിന്, അല്ലെങ്കിൽ ഒരു മോതിരം കിട്ടിയതിന്, എല്ലാത്തിനും നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരം തുറന്നു വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ നന്ദി പറയണം. ഭഗവാനെ, ഈ ഭക്ഷണം എനിക്ക് തന്ന ഭഗവാനോട് ഒരുപാട് നന്ദി. ഈ അന്നത്തിൻ്റെ ഓരോ വറ്റും ഓരോ അരിമണികളോടും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളുടെ ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നന്ദി പറഞ്ഞാൽ നമുക്കത് കൂടുതൽ കിട്ടും. സത്യമല്ലേ? ഒന്ന് ആലോചിച്ച് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി വെക്കണേ. ഭഗവാനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. നമ്മൾ ഒരിക്കലും തരണേ എന്നല്ല പറയേണ്ടത്. ഞാൻ വലിയ ആളൊന്നല്ല ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, എന്നാലും എൻ്റെ ഒരു കുഞ്ഞ് അറിവിൽ വെച്ച് പറയണതാണ്. ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കൂ കേട്ടോ. നമ്മൾ ദൈവത്തിനടുത്ത് അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി, അവിടെ പോയിട്ട് നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഏത് മതസ്ഥരായാലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ ഭഗവാനോട് നമ്മൾ പറയുക, ഭഗവാനെ, ഇന്നെനിക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ സാധിച്ചതിന് നന്ദി, ഇന്നെൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ചതിന് നന്ദി, ഇന്നെനിക്ക് ഈ ശ്വാസം എടുക്കാൻ തന്ന ഈ ശ്വാസത്തിന് നന്ദി, ഈ പ്രകൃതിക്ക് നന്ദി, എനിക്കിന്ന് കിട്ടിയ ഈ രുചിക്ക് നന്ദി. ഓരോരുത്തർക്ക് ഭക്ഷണം കഴിക്കാൻ രുചി ഇല്ലാണ്ട് എത്രയോ മനുഷ്യന്മാരിയ്ക്കുന്നുണ്ട്. ഒരു ടേസ്റ്റ് അറിയാത്ത ആൾക്കാരിയ്ക്കുന്നുണ്ടല്ലേ. നമുക്കപ്പോൾ അത് കിട്ടുമ്പോൾ നമ്മളത് നന്ദി പറയണ്ടേ? എന്നാലല്ലേ നമുക്ക് വീണ്ടും കിട്ടുള്ളൂ. നമ്മളിന്നിപ്പോൾ നമ്മൾ നല്ലൊരു സാമ്പാറും ചോറും എല്ലാം തോരനും പപ്പടവും ഒക്കെ കൂട്ടിക്കൊഴിച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഇത് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്.
അപ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ നമ്മൾ നന്ദി പറഞ്ഞാലല്ലേ നമ്മൾക്കത് വീണ്ടും വീണ്ടും കിട്ടുള്ളൂ. സത്യമല്ലേ ഇത്? നമ്മളിപ്പോൾ ഒന്നൊരു പൊട്ട് വെച്ചിരിക്കണു, ഈ പൊട്ട് കിട്ടാത്തവരെത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഒരു മാല ഇട്ടിരിക്കണു, ഈ മാല ഇടാനില്ലാത്തവരെത്ര പേരുണ്ട്? നമുക്കത് കിട്ടിയതിന് നമ്മളൊരു മൊട്ടുസൂചി കിട്ടിയിട്ടുണ്ടെങ്കിലും ആ മൊട്ടുസൂചിക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുക. രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ രാവിലെ നമുക്ക് ഭൂമിയിലിടയ്ക്ക് നമ്മുടെ ആ കാല്, നമ്മൾ ആ കട്ടിലുമെന്ന് കാല് നിലത്തെടുത്ത് വെച്ചു അല്ലേ? ആ കാലെടുത്ത് വയ്ക്കാൻ നമ്മൾ രാത്രിക്ക് ഇന്നലെ കിടന്നുറങ്ങിയവർ ഇന്ന് നേരം വെളുത്താൽ നമ്മുടെ കൂടെ കിടന്നുറങ്ങിയവരോ നമ്മുടെ അതേ സമയത്ത് എത്രയോ സ്ഥലങ്ങളിൽ ഉറങ്ങിയവർ എന്തെല്ലാം സംഭവിക്കുന്നില്ലേ? നമ്മൾ ഭൂമിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ആ കാലിന് നന്ദി പറയുക. എൻ്റെ ഈ കാലിൻ്റെ ചലനശേഷിക്ക് നന്ദി പറയുക. ഈ കാലിന് എനിക്കിന്ന് കാല് വേദനയായിട്ട് ഇരിക്കുന്നവർക്കും കൈ വേദനയായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും. ഇന്ന് ഈ ഭൂമിയിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ എൻ്റെ ഈ വേദനയില്ലാത്ത കാലിന് ഒരുപാട് നന്ദി. എൻ്റെ ഈ കൈകൾ ചലിക്കുന്നുണ്ടെങ്കിൽ ഈ കൈകൾക്ക് നന്ദി, ഒരുപാട് നന്ദി. കണ്ണിന് കാഴ്ച തന്ന ഭഗവാന് നന്ദി. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ ഒരുപാട് നന്ദിയോടെ നിർത്തണം കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.